ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രയധികം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആടുജീവിതത്തിന് വേണ്ടി മാത്രമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയധികം വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ വേറെ ഉണ്ടായിട്ടില്ല. അതിന്റെ എക്സൈറ്റ്മെന്റും എല്ലാ ആകാംക്ഷയും എല്ലാം കൊണ്ടും ഇന്ന് സിനിമ കണ്ടിറങ്ങി. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഗംഭീരമായ ഒരു സിനിമ അനുഭവമായിരുന്നു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും സിനിമയിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും എനിക്ക് പേഴ്സണലി തോന്നി. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ബ്ലെസ്സി ഉൾപ്പെടെ അതിന്റെ സിനിമാ ക്രൂസിനോട് എല്ലാവരോടും ക്ഷമ ചോദിക്കേണ്ടി വരും. കാരണം അവരുടെ 10-16 വർഷം അവരുടെ കഷ്ടപ്പാടും ഒക്കെ നമ്മൾ ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുമ്പ് ഇങ്ങനെ പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ പറയേണ്ടി വരും. സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒരു നോവല് വായിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ നോവല് വായിക്കാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിക്ക്, നോവല് 2-3 തവണ വായിച്ച ഒരാള് എന്ന നിലയ്ക്ക് എനിക്ക് ഈ സിനിമ പലയിടത്തും ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നി. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറെ എലമെന്റ്സ് നോവലിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് സിനിമയിലേക്ക് വരുമ്പോൾ സ്ക്രിപ്റ്റില് അത്രയധികം എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ. സിനിമ ഗംഭീരമായ ഒരു സിനിമ അനുഭവമാണ് എന്ന് ഞാൻ പറയാനായിട്ട് പ്രധാന കാരണം സെക്കൻഡ് ഹാഫിലാണ്. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളെ ഒന്ന് മെൻഷൻ ചെയ്യാതെ പോകാൻ കഴിയില്ലല്ലോ. സംവിധായകൻ ദ അൾട്ടിമേറ്റ് ബ്ലെസ്സി, അദ്ദേഹം 10-20-25 വർഷം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സിനിമയാണ് ആടുജീവിതം. ഇനി ഞങ്ങളുടെ എടുത്തു നോക്കിയാലും എനിക്ക് തോന്നുന്നു ഇതിന് മുകളിലൊരു സിനിമ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ AR റഹ്മാൻ, അദ്ദേഹം ഒരുപാട് മാജിക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ചില ഭാഗത്തേക്ക് എനിക്ക് പോരായ്മ തോന്നിയിട്ടുണ്ട്, അതും ഞാൻ പറയാം. പിന്നെ പെർഫോമൻസ് വൈസ് പൃഥ്വിരാജ്, അദ്ദേഹത്തിന്റെ നമ്മൾ സിനിമയുടെ ട്രെയിലർ അല്ലെങ്കിൽ സിനിമ ട്രെയിലർ ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് ഈ വാർത്ത ആടുജീവിതം നോവൽ വാർത്ത സിനിമയാകുന്നു എന്നുള്ളൊരു വാർത്ത വരുമ്പോൾ തന്നെ ആളുകൾ എല്ലാവരും പറഞ്ഞത് ഇതിന് അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് വലിയ അവാർഡുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമയായിരിക്കും എന്ന് തന്നെയാണ്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അതിൽ കുറഞ്ഞതൊന്നും തോന്നിയില്ല. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, നമ്മൾ ഇത്രയും കാലം കണ്ട ഒരു പൃഥ്വിരാജിനെ അല്ല ഇന്ന് ആടുജീവിതത്തിൽ സ്ക്രീനിൽ കണ്ടത്. ഗംഭീരമായ, അത് ഇന്റർവെല്ലിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ അറിയാലോ. അദ്ദേഹം ഒരു 31 കിലോ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി കുറച്ചിട്ടുണ്ട് വെയിറ്റ്. അതിന്റെ ഒരു പീക്ക് ലെവല് എന്തായാലും ട്രെയിലറിലൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിനകത്ത് പല ഭാഗത്തെടുത്തും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ സെക്കൻഡ് ഹാഫിൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു നഗ്നനായിട്ട് നിൽക്കുന്ന ഒരു രംഗം. കൈയടിക്കണോ അതോ കരയണോ എന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഗംഭീരമായിട്ടുള്ള വർക്കൗട്ടാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഒരു ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഡിസർവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ വെയിറ്റ് കുറച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയോണ്ടോ ഒന്നും കൊണ്ടല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ട് ഒരു പുതിയൊരു പൃഥ്വിരാജിനെ ഞാൻ പറഞ്ഞതുപോലെ പുതിയൊരു പൃഥ്വിരാജിനെ കാണാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അത്രമാത്രം എടുത്തു പറയേണ്ടതുണ്ട്. ഒപ്പം ഇതില് എന്താ പറയാ, ഇബ്രാഹിം ഖാദിരിയായിട്ട് അഭിനയിക്കുന്ന ആ ക്യാരക്ടർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹക്കീമിന്റെ ക്യാരക്ടർ ചെയ്ത ഗോകുലും അടിപൊളിയായിട്ട്. ഈ പൃഥ്വിരാജ് ചെയ്ത ഈ പറയുന്ന വെയിറ്റ് കുറച്ചിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗോകുലും നടത്തിയിട്ടുണ്ട്, ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അർബാബുമാര് ഇതില് അർബാബല്ല കബീൽ എന്നാണ് പറയുന്നത്. അവര് എല്ലാവരും ഒരു 3-4 കബീൽമാരുണ്ട്, അറബികളൊക്കെ ഗംഭീരമായിട്ട് എല്ലാവരും പെർഫോമൻസ് കൊണ്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയിലേക്ക് വരാം. ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോരായ്മകളിൽ ചിലത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നോവല് വായിച്ച ഒരാളും വായിക്കാത്ത ഒരാളും, നോവല് വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗംഭീരമായൊരു സിനിമാനുഭവമായിരിക്കും. പക്ഷെ നോവല് വായിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം നോവല് വായിക്കുമ്പോൾ കിട്ടിയ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഇല്ലേ, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിന്റെ താഴെ മാത്രമാണ് എനിക്ക് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ ഉണ്ടായത്. ഒരു പക്ഷേ സിനിമ ആയിട്ട് പരിഗണിക്കുമ്പോൾ ഒരുപാട് ചിലപ്പോ പോരായ്മകളൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഇവിടെ സംഭവിച്ചത് സ്ക്രിപ്റ്റിലാണ് എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊന്ന് പാളിപ്പോയേക്കുന്നത്. ഞാൻ പറയുന്നത് മോശമാണെന്നല്ല,
ഫസ്റ്റ് ഹാഫില് നമ്മൾ നോവൽ വായിക്കുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നോവലിലുണ്ട്. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ അടിച്ചടിച്ച് പോകുന്നു. എനിക്ക് സർവൈവ് ചെയ്യുന്ന കുറെ സീനുകൾക്ക് വേണ്ടി അവര് ആദ്യത്തെ കുറെ ഭാഗങ്ങൾ സ്ക്രിപ്റ്റില് കോംപ്രമൈസ് ചെയ്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് അടിച്ചടിച്ച് പോകുന്നതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോവലിലുള്ള കുറെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ മിസ്സായി പോയി. അപ്പൊ അതിന്റെ ഒരു ഇപ്പോ ഇന്റർവെല്ലിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എവിടേക്കോ വലിയൊരു മിസ്സിങ് എനിക്കൊരു ഉള്ളിലൊരു സങ്കടം തോന്നി. കാരണം നോവൽ വായിച്ചൊരു ഫീല് മുഴുവനായിട്ട് എനിക്ക് കിട്ടിയില്ല. മോശമാണെന്നല്ല, മുഴുവനായിട്ട് എനിക്ക് കിട്ടാതെ വന്നു. പക്ഷേ ഇന്റർവെല്ലിന് ശേഷം സിനിമ അകത്തേക്ക് കയറി സിനിമ തുടങ്ങി കുറച്ചങ്ങാട് ചെന്നതിന് ശേഷം നോവലിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിങ്ങനെ സിനിമയിലോട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഇമോഷണലായി എനിക്ക് നന്നായിട്ട് കണക്ട് ആവാൻ തുടങ്ങി. അപ്പോൾ ആ ഇമോഷന്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് ഒരു സന്തോഷം തോന്നി തുടങ്ങി. അവിടെ നിന്ന് ഇന്റർവെല്ലിന് അവിടെ നിന്ന് പിന്നെ കുറച്ചങ്ങാട് പോകുന്നു സിനിമ ഗംഭീരമായ ഒരു അനുഭവമാണ്. അവിടെ നോവൽ വായിച്ചവനും വായിക്കാത്തവനും എന്നൊന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് സിനിമ വേറെ ലെവലിലേക്ക് മാറുകയാണ്. അതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്, സിനിമ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാനുഭവമാണ്. പൃഥ്വിരാജ് ആ മരുഭൂമിയിൽ സൗദിയിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ആ ഒരു മസറയ്ക്കുള്ളിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അത് ഡേ ടു ഡേ അദ്ദേഹം ദൈനംദിന ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കുറെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ. അവിടെയാണ് ഒരു വീഴ്ച പറ്റിയിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിൽ. അപ്പോ നമ്മൾ ആ ദൈനംദിന അദ്ദേഹം ചെയ്യുന്ന ജോലികളും സ്ട്രഗിളും അത് ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ കാണിച്ചിരുന്നുവെങ്കിൽ അത് ആ ഒരു പതിയെ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷനും അതോടൊപ്പം തന്നെ ഇങ്ങനെ കാണിച്ചു പോയിരുന്നെങ്കിൽ കുറേം കൂടി നന്നായിരുന്നു, ഇമോഷണലി കണക്ട് ആവുമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചെടുത്താല് പൃഥ്വിരാജ് വന്നിറങ്ങി ആദ്യത്തെ 1-2 ദിവസത്തെ ഒരു സംഗതി പെട്ടെന്നൊന്ന് കാണിച്ചു, അദ്ദേഹത്തിന്റെ ജോലിയും കാര്യങ്ങളും ഒന്നും കാണിക്കണം. അതിന്റെ ഇടയ്ക്ക് ആടിനെ മേയ്ക്കാൻ പോകുന്ന ചെറിയൊരു സീൻ മാത്രം കാണിച്ചുകൊണ്ട് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പിന്നെ അവിടെ നിന്ന് കാണിക്കുന്നത് താടിയൊക്കെ വളർന്നിട്ടുള്ളൊരു പൃഥ്വിരാജിന്റെ മറ്റൊരു രൂപത്തിലേക്കാണ്. അപ്പൊ അവിടെ നിന്ന് ആ ഒരു ഇമോഷൻ കണക്ഷൻ എത്രത്തോളം പ്രേക്ഷകന് കിട്ടി എനിക്ക് എന്നുള്ള സംശയമാണ്. എനിക്ക് കിട്ടിയില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫിൽ വലിയ രീതിയിലുള്ള ഒരു സങ്കടം എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു സർവൈവ് ചെയ്യുന്ന സീനുകൾക്കകത്ത് ഗംഭീരമായിട്ടുള്ള, അത് വിഷ്വലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ പെർഫോമൻസ് വൈസ് ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. എനിക്ക് കണ്ണ് നിറയുന്ന ഒരു 2-3 സീനുകളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ നഗ്നനായിട്ട് പൃഥ്വിരാജിനെ കാണുന്ന ഒരു സീനിൽ കയ്യടി വീണു തിയേറ്ററിൽ. പക്ഷെ എനിക്ക് കയ്യടിക്കണോ അതോ പെട്ടെന്ന് ഇമോഷണലും ആയിപ്പോയി. അത്രത്തോളം അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്ത് ആ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കഥാപാത്രം, അത് സ്പോയിലർ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം, മരിക്കുന്ന ഒരു സീൻ, അത് ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എനിക്ക് കുറച്ചും കൂടി എനിക്ക് റസൂൽ പൂക്കുട്ടിയെയാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് എടുത്തു പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സൗണ്ട് മിക്സിംഗ് ഒക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മരുഭൂമിയിൽ വരുന്ന കുറച്ച് ട്രാക്കുകൾ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ AR റഹ്മാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. പക്ഷെ ഗംഭീര വർക്കാണ് AR റഹ്മാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ പോലും എനിക്ക് ചെറുതായിട്ടൊരു നെഗറ്റീവ് ഫീൽ ചെയ്തത്, നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ സീൻ ഉണ്ടല്ലോ, ഒരു ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു സീനിൽ നിന്ന് ഒരു സന്തോഷത്തിന്റെ സീനിലേക്ക് ഒരു കൺവേർട്ട് ചെയ്ത് പോകുന്ന സീനുകളുണ്ട്. നോവൽ വായിച്ചവർക്ക് അറിയാൻ പറ്റും. ആ സീനിലൊക്കെ അടുത്ത സീനിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു സന്തോഷം, ടെൻഷൻ അനുഭവിച്ച ഒരു സന്തോഷത്തിലേക്ക് പോകുന്ന സീനിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കയറുന്നു. എന്ന് വെച്ചാൽ കറക്റ്റ് പ്ലേസിലല്ല വീഴുന്നത് എന്ന് എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സന്തോഷത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ചൊരല്പം മുമ്പ് പ്ലേ ആവുന്നു എന്നുള്ള രീതിക്കാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷെ അത് വലിയൊരു നെഗറ്റീവായിട്ടൊന്നും എടുത്ത് പറഞ്ഞതല്ല. പിന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് അയൂബ് അൽ നഹാസ് എന്ന് പറയുന്ന ആള്, എനിക്ക് തോന്നുന്നു ജോർദാൻ അവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടുത്തെ
ആർട്ട് പരിപാടികളൊക്കെ അദ്ദേഹമായിരിക്കണം ചെയ്തിട്ടുള്ളത്. അതുപോലെ ക്യാരക്ടറിന്റെ പരിപാടിയിലേക്ക് വരുമ്പോൾ ചെയ്തിട്ടുള്ളത് സേതു ശിവാനന്ദൻ. അവർ രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, എല്ലാം ടെക്നിക്കലി ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആടുകളുമായിട്ട് കുറേയും കൂടി എന്താ പറയുക ഇന്റിമേറ്റ് ആവുന്ന കുറെ സീനുകൾ നോവലിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോവലിൽ വരികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മിസ്സായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നിർഭാഗ്യം പോലും നമ്മളെ തുണയ്ക്കില്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും മരിച്ചു പോകണമെങ്കിൽ പോകട്ടെ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് എഴുതിച്ചത്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മരണം പോലും നമ്മളെ തൊടുന്നില്ല എന്നുള്ള ഒരു സംഗതിയുണ്ട്. അത് ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സംഗതി, ആ നോവലിൽ പറഞ്ഞു വെച്ച ഒരു സംഗതിയുടെ ഒരു ഇമോഷണൽ ആ ഒരു വൈകാരികത എനിക്ക് പേഴ്സണലി കിട്ടിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് കുറേയും കൂടി കണക്ട് ആവുന്നുണ്ട്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നോവല് വായിച്ച ഒരാളെന്ന നിലയ്ക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടി എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ എന്നിരുന്നാലും മോശമാണെന്ന് പറയാൻ കഴിയില്ല. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമാനുഭവമാണ്. നോവല് വായിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേയും കൂടി ഇമോഷണൽ ആയിട്ട് വർക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ എന്തായാലും തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. ഞാനൊരു റിവ്യൂവിൽ അങ്ങനെ പറയാറില്ല, ഒരു സിനിമ കാണണോ വേണ്ടയോ എന്ന് പറയാറില്ല. പക്ഷെ ഈ സിനിമ ഒരു മലയാളി എന്ന നിലയ്ക്ക് എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.